ഹുബിന്റെ പേരില, ആ റസൂലിനോടുള്ള അടങ്ങാനാകാത്ത ഹുബിന്റെ പേരില, റസൂലിനോടുള്ള അടങ്ങാനാകാത്ത ഇഷ്ടിന്റെ പേരില മഹാനായ കേരളക്കര കണ്ട ലോകം അംഗീകരിച്ച അനുഗ്രഹീതനായ പണ്ഡിതൻ മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുണ്ടായിരുന്നു. റസൂലുള്ളാന്റെ റൗള ഷരീഫിന്റെ മുന്നിൽ പോയിരുന്നു പൊട്ടിക്കരഞ്ഞു. റസൂലുള്ളാനെ ഓർത്ത് കണ്ണീരൊഴുക്കി. അറിയുമോ സഹോദരങ്ങളെ, മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ലോകമറിയപ്പെട്ട ഖസീദത്തുൽ ബുർദ രചിക്കുമ്പോൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ലയിച്ചുകൊണ്ട് ഹബീബായ റസൂലിനെ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഖസീദത്തുൽ ബുർദയുടെ ഓരോ വരികളും മഹാനവറുകൾ രചിക്കുമ്പോൾ ഈ സ്നേഹം നമുക്കെവിടെയാണ്? മഹത്തുക്കൾ കാണിച്ചിരുന്ന ആ സ്നേഹത്തിലേക്ക് ഈ സ്വലാത്തിലൂടെ മടങ്ങാൻ നമുക്ക് കഴിയട്ടെ, ഈ സ്വലാത്തിലൂടെ ചെന്നെത്താൻ നമുക്ക് കഴിയട്ടെ. അറിയുമോ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ ജീവനക്കാളേറെ സ്നേഹിച്ച ഒരുപാട് മഹത്തുക്കൾക്ക് ജന്മം നൽകിയ നമ്മുടെ നാട്, ഒരുപാട് മഹത്തുക്കൾക്ക് ജന്മം നൽകിയ നമ്മുടെ രാജ്യം, ആ രാജ്യത്ത് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ അളവറ്റ് സ്നേഹിക്കുന്നവരാകട്ടെ, റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി പ്രേമിക്കുന്നവരാകട്ടെ. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് മദീനയിൽ നിന്നും ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ശിഷ്യന്മാരോട് മടങ്ങി വരുമ്പോൾ എന്താണ് സമ്മാനം കൊണ്ടുവരേണ്ടതെന്ന് ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മദീനയിൽ നിന്ന് വരുമ്പോൾ ഹബീബായ റസൂലിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീത മദീനത്തിൽ നിന്നും ഒരു പിടി മണ്ണ് എനിക്ക് വേണ്ടി വാരിക്കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് ആ കൊണ്ടുവരുന്ന മണ്ണ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ ആ മണ്ണ് പൊടിച്ചിട്ട് തന്റെ കണ്ണിലിടുന്ന സുർമയിൽ ചേർത്തിട്ട് ആ സുർമ തന്റെ കണ്ണിലേക്ക് റസൂലുള്ളാഹിനോടുള്ള അടക്കാനാകാത്ത അനുരാഗം ഈ ലോകത്തെ പ്രകടിപ്പിച്ച മഹാനായ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹിമഹുല്ലാ. സഹോദരങ്ങളെ, നമുക്ക് എവിടെയാ ഹബീബായ റസൂലിനോടുള്ള അനുരാഗത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമകാവ്യങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ട് നശ്റത്തി എന്ന പേരിലുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ഗീതങ്ങളും മൗലിദും രചിച്ച മഹാനായ അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സഹോദരങ്ങളെ, നാമൊക്കെ ആ മഹാന്മാരുടെ മുന്നിൽ എവിടെയാ? അറിയുമോ, ഇന്ത്യ രാജ്യത്തു നിന്നും മുസ്ലിമീങ്ങളെയും എല്ലാവരെയും ഇല്ലായ്മ ചെയ്ത് ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളക്കാര് പിടിക്കാൻ വന്നപ്പോൾ അവരിൽ നിന്നും 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ് 4ാമത്തെ ദിവസം പുറത്തേക്ക് വന്ന മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അറിയുമോ, ഖാസിം നാനൂത്തവിക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്തായിരുന്നെന്നറിയോ? മഹാനവറുകളോട് 4ാമത്തെ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ശിഷ്യന്മാരുൾപ്പെടെയുള്ളവർ ചോദിച്ചു, എന്തിനാ പുറത്തിറങ്ങിയത്? ഇനിയും താങ്കൾക്ക് അകത്തിരുന്നൂടായിരുന്നു? ബ്രിട്ടീഷുകാർ പിടികൂടുകയില്ലേ? ഈ സമയത്ത് ഞാൻ 3 ദിവസം അകത്ത് കയറി ഒളിച്ചിരുന്നത് ബ്രിട്ടീഷ് വെള്ളപ്പട്ടികളെയോ തോക്കുകളെയോ പേടിച്ചിട്ടല്ലോ, മറിച്ച് എന്റെ ഹബീബായ റസൂല് ശത്രുക്കളുടെ പിടിയിൽ പെടാതിരിക്കാൻ 3 ദിവസമാണ് സൗർ ഗുഹയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടിയെങ്കിൽ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയാ ഖാസിം നാനൂത്തവി 3 ദിവസം ഒളിച്ചു കഴിഞ്ഞത് എന്ന് പ്രഖ്യാപിച്ച് 4ാമത്തെ ദിവസം പുറത്തേക്ക് ചാടിയിറങ്ങിയതായ മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയോ, കേരളക്കരയ്ക്കൊന്നും ഇൽമിന്റെ പ്രകാശം നൽകുന്ന മർകസുസ് സഖാഫത്തുസ് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന് ശിലാകർമ്മം നടത്തിയ ലോകമംഗീകരിച്ച പണ്ഡിതൻ മഹാനായ സയ്യിദ് നബി മാലികി റഹ്മത്തുള്ളാഹി തആല അലൈഹി പോലും എന്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞു പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് ഇല്യാസ് ദഹ്ലവി റഹിമഹുല്ലാഹ് ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റേതായ അനുയായികൾ റസൂലുള്ളാഹിനെ അനുകരിക്കാതെ അനുസരിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് ഡൽഹിയിലെ നിസാമുദ്ദീന്റെ തെരുവോരത്തിന് തൊട്ടടുത്തുള്ളതായ ബംഗ്ലാവാലി മസ്ജിദിൽ നിന്ന് കണ്ണീരൊഴുക്കി ഈ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഈ സമുദായത്തിന് തസ്ഗീയത്തിന്റെ ദഅവത്തിന്റെ മാർഗങ്ങൾ പകർന്നു കൊടുത്ത മഹാനായ മുഹമ്മദ് ഇല്യാസ് ദഹ്ലവി റഹിമഹുല്ലാഹ്. ഈ സ്നേഹം നമുക്ക് വരാത്തതെന്റെ സഹോദരങ്ങളെ, ഹബീബായ റസൂലിനെ ജീവനക്കാളേറെ സ്നേഹിച്ച് എന്റെ ഹബീബായ റസൂല് ജീവിച്ച് മരിച്ചതായ മദീന തയ്യിബയിൽ കിടന്ന് എനിക്ക് മരിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ എന്ന് കരഞ്ഞു ദുആ ചെയ്ത് അവസാനം അതേ മണ്ണിൽ കിടന്ന് വഫാത്തായി അവിടെ തന്നെ ഖബറടക്കപ്പെട്ട ലോകമംഗീകരിക്കപ്പെട്ട ഔജസുൽ മസാലിക് എന്ന വിശ്വലോക പ്രശസ്തമായ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച് ലോകത്തിൽ നിന്നും അമലുടെ മഹത്വങ്ങൾ പകർന്നു നൽകുന്നതായ മഹാനായ ശൈഖുൽ ഹദീസ് ഹാഫിദ് സക്കരിയൽ കംബലവി റഹ്മഹുല്ലാഹ്. മഹാനവറുകളുടെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിൽ എവിടെയാ? അതുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ഉലമാക്കളെ സ്നേഹിച്ചതുപോലെ, മഹാനായ ഉമറുൽ ഖാദി സ്നേഹിച്ചതുപോലെ, മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്നേഹിച്ചതുപോലെ, മഹാനായ ഇമാം ബൂസരി സ്നേഹിച്ചതുപോലെ, സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഭാഗമായി സലാ
സലാത്തിന്റെ മാധുര്യം നാവുകളിലൂടെ അറിഞ്ഞ് ഹൃദയത്തിലേക്ക് ഇറക്കി യഥാർത്ഥ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നവരായി മാറി. റസൂലുള്ളാഹിന്റെ കീഴിൽ അണിനിരന്ന് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിതരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നടക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.